ഡി മോണ്ടി കോളനി ഒരു തമിഴ് ഹൊറർ സിനിമ. അതാണ് ഞാൻ ഈ ഒരു സിനിമ കാണാനായിട്ട് ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടിനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഞാൻ പ്രതീക്ഷിച്ച് പോകുന്നു. സാധാരണ നമ്മൾ യൂഷ്വലി കാണാറുള്ള, ഇപ്പം നമ്മൾ തമിഴ് ഒരുപാട് പ്രേത സിനിമകളൊക്കെ നമ്മൾ കാഞ്ചന പോലുള്ള സിനിമകൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു സിനിമയായിരിക്കും അല്ലെങ്കിൽ ഒരു ഹൊറർ കോമഡി ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് 2015 റിലീസായ ഈ ഒരു സിനിമ ഞാൻ ആദ്യം കാണാനായിട്ട് പോകുന്നത്. പക്ഷേ അത് കണ്ടു തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് തമിഴിലൊരു ഡിഫറെൻ്റ് അപ്രോച്ചാണ് ഈ ഒരു സിനിമയിൽ കൊടുത്തിട്ടുള്ളതെന്നുള്ളത്. ഇപ്പം ഇതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്, ഡി മോണ്ടി കോളനി 2 എന്ന് പറയുന്നത്. അവിടെ കൊണ്ട് ഈ ഒരു സിനിമ തീരുന്നില്ല. ഇതിൻ്റെ ഒരു തേർഡ് പാർട്ട്, ഒരു ഫൈനൽ പാർട്ട് കൂടി വരാനുണ്ട്. പ്രോബബിളി 2027 ആകുമ്പോഴായിരിക്കും ആ ഒരു സിനിമ റിലീസാവുന്നത്. ഇതിൻ്റെ ഒരു ഫസ്റ്റ് പാർട്ട് കാണുന്ന സമയത്ത് 4 ഫ്രണ്ട്സ്, ചെന്നൈയിൽ ജീവിക്കുന്ന 4 ഫ്രണ്ട്സ്, അവർ ഇതേപോലെ ഡി മോണ്ടി കോളനി എന്ന് പറയുന്ന ഒരു വലിയ ബംഗ്ലാവുണ്ട്. അവിടെ വർഷങ്ങളായിട്ട് ആരും കയറാതെ താമസിക്കാതെ കിടക്കുന്നൊരു ബംഗ്ലാവ്. അതിൻ്റെ ഹിസ്റ്ററി എന്ന് പറയുന്നത് ഒരു ഹോണ്ടഡ് പ്ലേസാണ്. അവിടെ ഒരു വലിയ ചെയിൻ നെക്ലേസ് ഉണ്ട്. ആ ഒരു നെക്ലേസിൽ എന്തോ വലിയ പവറുണ്ട്, അല്ലെങ്കിൽ അത് ഭയങ്കര അൺവാല്യൂബിളായിട്ടുള്ള ഒരു വലിയ സാധനമാണ്, ഭയങ്കര സ്വർണ്ണം വെച്ചുണ്ടാക്കിയ സാധനമാണ് അത് അതിനെ പറ്റിയിട്ട് കിടക്കുന്ന ഹിസ്റ്ററി എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ചെയിൻ ആ ഒരു ബംഗ്ലാവിൽ നിന്ന് എടുത്തുകൊണ്ട് പോയാലും ആ ചെയിൻ തിരിച്ച് ആ ബംഗ്ലാവിൽ വരും എന്നുള്ളതാണ്. അപ്പം ഈ 4 ഫ്രണ്ട്സിൽ ഒരാൾ ഒരു സ്ക്രിപ്റ്റ് റൈറ്ററാണ്. പുള്ളി ഹൊറർ സിനിമ എടുക്കാനായിട്ട് ഈ ഒരു ബംഗ്ലാവിനെ ചുറ്റിപ്പറ്റി കിടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയുന്നു. അങ്ങനെ ഇവർ ആ ഒരു ബംഗ്ലാവിൽ പോകുന്നതും ഈ ചെയിൻ എടുക്കുന്നതും അതേ തുടർന്ന് ഈ 4 ഫ്രണ്ട്സിനുണ്ടാകുന്ന കുറച്ച് എക്സ്പീരിയൻസ്, ഇവർക്ക് സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു സിനിമയിൽ ഫസ്റ്റ് സിനിമയിൽ കാണിക്കുന്നത്. ഇതിനകത്ത് വളരെ കുറച്ച് സീനിൽ ഇതിൻ്റെ ഫസ്റ്റ് സിനിമയിൽ ഈ പ്രേതത്തെ കാണിക്കുന്നുള്ളൂ. ഗോസ്റ്റ് സീൻസ് ഉണ്ടല്ലോ, അത് വളരെ കുറച്ച് സാധനമുള്ളൂ. പക്ഷേ ക്യാരക്ടേഴ്സിൻ്റെ ഇമോഷൻസ് ഉണ്ട്. ഇപ്പം നമ്മൾ ചാടി വന്ന് പേടിപ്പിക്കുക ആ സാധനമൊന്നുമല്ല, ക്യാരക്ടേഴ്സ് പേടിക്കുക എന്നുള്ള, ഈ സിനിമയിലെ ക്യാരക്ടേഴ്സ് പേടിക്കുന്നൊരു സാധനമുണ്ട്. അത് ഈ ഒരു സിനിമയിൽ ഈ പ്രേതമില്ലാതെ കാണിച്ചേക്കുന്നൊരു വേ ഉണ്ട്. അത് വേറെ ലെവൽ സാധനമാണ്. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഒരു എക്സ്പീരിയൻസ് മൂവി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഫസ്റ്റ് ഇറങ്ങിയിട്ട് ഓൾമോസ്റ്റ് 10 years, 2015 ഇറങ്ങി, ഇപ്പോൾ 2024 ഓൾമോസ്റ്റ് 10 years പറയാം. 9 വർഷമായിട്ടാണ് ഈ ഒരു സിനിമ റിലീസാകുന്നത് സെക്കൻഡ് പാർട്ട്. അപ്പം ഞാൻ വിചാരിച്ചത് ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് എൻ്റെ സമയത്ത് ഇത് ഇങ്ങനെ ഇനി നടക്കാൻ പോകുന്ന സ്റ്റോറി വേറെ ആരെങ്കിലും വെച്ചിട്ടായിരിക്കും, വേറെ 4 ഫ്രണ്ട്സ് പോകുന്നു ഈ സാധനം എടുക്കുന്നതൊക്കെ ആയിരിക്കും എന്നാണ്. പക്ഷേ സെക്കൻഡ് മൂവി എക്സിക്യൂട്ട് ചെയ്തത് വേറെ രീതിയിൽ. കാരണം ഫസ്റ്റ് സിനിമ നടക്കുന്ന സമയത്ത് പാരലായിട്ട് സംഭവിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഈ 4 ഫ്രണ്ട്സിൻ്റെ കഥ നടക്കുന്ന അതേ സമയത്ത് സംഭവിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഈ ഡി മോണ്ടി കോളനിയിൽ നടക്കുന്ന ഈ ഒരു സാക്രിഫൈസ്, ഈ ചെയിനിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സാക്രിഫൈസാണ് അവിടെ നടക്കുന്നത്. അത് വർഷങ്ങളായിട്ട് നടക്കുന്നതാണെന്നും അതൊരു പർട്ടിക്കുലർ ഡേറ്റിലാണ് നടക്കുന്നതെന്നും അതിനെ ചുറ്റിപ്പറ്റി കുറേ സാധനങ്ങളുണ്ടെന്നും നമ്മൾ ഫസ്റ്റ് സിനിമയിൽ കാണാതെ നമ്മളറിയാതെ പോയ കുറേ സാധനങ്ങൾ ഈ സെക്കൻഡ് സിനിമയിൽ അവർ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അത് ഭയങ്കര രസകരമായിട്ട് എനിക്ക് തോന്നി. അതായത് ആദ്യം സിനിമ തുടങ്ങുന്ന സമയത്ത് ഈ 2015 ആദ്യം കാണിക്കുന്നത്, 2015 കാണിക്കുന്നു. ഈ 4 ഫ്രണ്ട്സിൻ്റെ സ്റ്റോറി നടക്കുന്ന സമയത്ത് തന്നെ സംഭവിക്കുന്ന കുറേ കാര്യങ്ങൾ, ഈ ചെയിൻ എടുത്ത വേറെ ആളുകൾക്ക് എന്തൊക്കെയാണ് സംഭവിച്ചതെന്നുള്ളതൊക്കെ കാണിച്ചു പോകുന്നതും, അങ്ങനെ ഇവരെല്ലാം കൂടെ ലിങ്ക് ചെയ്യിപ്പിച്ചിട്ടാണ് ഈ ഒരു സിനിമ ഫ്രണ്ടിലോട്ട് പോകുന്നതും. ഭയങ്കര രസകരമായിട്ട് തമിഴിൽ ഇങ്ങനൊരു അപ്രോച്ച് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഭയങ്കര ഡിഫറൻറ്റ് ഫീല് തരുന്നൊരു സിനിമ, ഭയങ്കര രസമായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്നത്. ഞാൻ ഈ ഒരു സെക്കൻഡ് സിനിമ കാണുന്ന സമയത്ത് ഞാൻ സെക്കൻഡിൽ ഇത് തീർക്കുമായിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷേ അല്ല, സെക്കൻഡിൻ്റെ ക്ലൈമാക്സ് ആവുന്ന സമയത്ത് സ്റ്റോറി പിന്നെയും വലുതാക്കി ഇവർ. നമ്മൾ ഇതുവരെ കണ്ട ഡി മോണ്ടി കോളനിയിൽ നിന്നും വലുതായിട്ട് വേറെ ഒരു സംഭവമുണ്ട്, ഒരു സൂപ്പർ നാച്ചുറൽ പവറുണ്ട് എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെയൊക്കെ കാണിച്ചിട്ടാണ് സിനിമ നിർത്തുന്നത്. ഇതിൻ്റെ തേർഡ് പാർട്ടായിരിക്കും ഇതിൻ്റെ എൻഡിങ്. ഒരു തമിഴിൽ നിന്ന് കിട്ടാവുന്നൊരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആണ് ഈ ഒരു സിനിമ കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത്. കാരണം അത്രയും നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്തൊരു പ്രേത സിനിമ. സാധാരണ നമ്മളിപ്പോൾ കാണുന്നത് ചിലപ്പോൾ ഹൊറർ കോമഡി ആയിരിക്കാം, അല്ലെങ്കിൽ ഭയങ്കര സൂപ്പർ നാച്ചുറൽ സാധനങ്ങളൊക്കെ കാണിച്ച് യക്ഷി പ്രേതം അതൊക്കെ കാണിക്കുന്നതിന് ഇത് പക്ക ഡീമൻ സാത്താനിക് സാധനങ്ങളുണ്ടല്ലോ, ആൻറ്റി ക്രൈസ്റ്റ് സാധനമുണ്ടല്ലോ, അതൊക്കെ കറക്റ്റായിട്ട് അത് കാണിക്കുന്നുണ്ട്. അതായത് പണ്ട് ബ്രിട്ടീഷ് കാലത്തെ സാധനങ്ങളൊക്കെയാണ് ഈ ഡി മോണ്ടി കോളനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബ്രിട്ടീഷ് കാലത്തെ ഈ ഡി മോണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷ് കാലത്തുണ്ടായിരുന്ന വലിയൊരു റിച്ച് ബിസിനസ്മാൻ ആയിരുന്നു. പുള്ളിക്കാരൻ്റെ ഹൗസിൽ നടക്കുന്ന കാര്യങ്ങളും എങ്ങനെയാണ് ഇത് ഹോണ്ടഡ് ആവുന്നതൊക്കെ സിനിമയ്ക്കത് കാണിക്കുന്നുണ്ട്. പക്ഷേ സെക്കൻഡ് സിനിമ വന്ന സമയത്ത് സിനിമയുടെ സ്റ്റോറി വലുതാവുന്നു, സൂപ്പർ നാച്ചുറൽ പവർ, ആൻറ്റി ക്രൈസ്റ്റ്, സാറ്റാനിക്ക്, ഡീമോണിക് പൊസഷൻ, അങ്ങനെ വേണ്ട കുറേ സാധനങ്ങൾ, ഡിഫറെൻറ്റ് റെലം, അതൊക്കെ കാണിച്ചു പോകുന്നു. നന്നായിട്ട് ചെയ്തിട്ടുണ്ട് തന്നെയാണ്. നന്നായിട്ടെന്ന് വെച്ചാൽ നന്നായിട്ട് നല്ലൊരു ഫീൽ തരുന്ന സിനിമയാണ് ഡി മോണ്ടി കോളനി എന്ന് പറയുന്നത്.
സത്യം പറഞ്ഞാൽ ഇത് ഫസ്റ്റ് കാണുന്ന സമയത്ത് ഞാനിതൊന്നും പ്രതീക്ഷയല്ല ഒട്ടും, അതായത് എക്സ്പെക്റ്റേഷൻ ഇല്ലാതെ പോയി കണ്ടൊരു സിനിമ. സ്ത്രീ കണ്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതിൻ്റെ ഫസ്റ്റ് കാണുന്നത് നിങ്ങൾ ആലോചിക്കണം. അപ്പം അത് വേറൊരു ജോണറിലുള്ള സിനിമയും ഇത് എൻ്റെ ഒരു ഡിഫറൻറ്റ് ജോണറിലുള്ള സിനിമയും. അതും എനിക്ക് തോന്നിയിട്ട് ഫസ്റ്റ് സിനിമ കാണുന്നത് ഒരു ദിവസം രാത്രി ഒരു 12 മണിക്ക് ശേഷമാണ്. പക്ഷേ ഭയങ്കര ഡിഫറെൻറ്റ് ഫീൽ. അതായത് പുറത്ത് മഴയുള്ള സമയത്ത് ഈ സിനിമയിലും അതേപോലെ ഒരു ഹൊറർ ഫീലുള്ള സമയത്ത് കാണുന്നത് നല്ല രസമാണ് സിനിമ കണ്ടുകൊണ്ടിരിക്കാൻ. എൻ്റെ തേർഡ് പാർട്ടിന് വേണ്ടി ഞാൻ ഭയങ്കരമായിട്ട് ഇപ്പം എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് സൈഡിൽ എങ്ങനെയായിരിക്കും ഈ ഒരു സാധനത്തെ എൻഡ് ചെയ്യാനായിട്ട് പോകുന്നതെന്നും ഈ ഒരു സാക്രിഫൈസ് എങ്ങനെ എൻഡ് ചെയ്യുന്നുള്ളതും അതായത് ഈ ഡീമോണിക് പൊസഷൻ സാധനങ്ങളൊക്കെ എങ്ങനെ ഇവർ എൻഡ് ചെയ്യുന്നുള്ളത് കാണാനായിട്ട് കട്ട വെയിറ്റിംഗ് ആണ്. എന്തായാലും നിങ്ങൾ കണ്ടു നോക്കുക. ആമസോൺ പ്രൈമിൽ സിനിമ അവൈലബിൾ ആണ്. ഫസ്റ്റും സെക്കൻഡും അവൈലബിൾ ആണ്. തമിഴിലൊരു വണ്ടർഫുൾ എക്സ്പീരിയൻസ്. ഇത് എന്തുകൊണ്ട് ഇങ്ങനെ ഈ 9 വർഷം വെയിറ്റ് ചെയ്തു എന്നുള്ളതാണ് ഈ സെക്കൻഡ് പാർട്ടിന് വേണ്ടിയിട്ട് എനിക്ക് അറിയാത്തത്. കാരണം ഭയങ്കര ഒരു വലിയ ഗ്യാപ്പായി പോയെന്ന് എനിക്ക് ഫീൽ ചെയ്തു ഈ സിനിമ തമ്മിൽ. എന്തായാലും വണ്ടർഫുൾ എക്സ്പീരിയൻസ് നിങ്ങൾ കാണുക. കണ്ടിട്ടുള്ളവർ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലാണ്. അതുവരെ ബൈ ഗൈസ്.